പ്രേക്ഷകരുടെ ഓർമ്മദിനം. നമ്മുടെ എല്ലാം മനസ്സിൽ മായാതെ നിലനിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച് എഴുത്തുകാരനാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പൂവമ്പഴം എന്ന കൃതിയിലെ മനോഹരമായ ഒരു ഭാഗം നമുക്ക് മുന്നിൽ പുനരവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ദൃശ്യാവിഷ്കാരത്തിലേക്ക് സ്വാഗതം. ജമീല, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ദേ ഒന്ന് നിക്കീന്ന്. ഈ പാല് കുടിച്ചിട്ട് പോയാ മതി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജമീല, വേലക്കാരന്റെ കാര്യാണെങ്കില് ഞാൻ നോക്കുന്നുണ്ട്. അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി? ഓ, BA വരെ പഠിച്ചിട്ടും ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കാനാണല്ലോ എന്റെ വിധി. ജമീല, നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്ക്. നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം. ശരിയായത് തന്നെ. ഞാനേ അത് പറയാനല്ല വന്നത്. പിന്നെ? എനിക്കൊരു പൂതി, നിങ്ങളത് സാധിച്ചു. ജമീല, അന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചു തരും. സ്വർണമാല, പട്ടുസാരി, അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരം ഉണ്ടാക്കി തരണോ എന്റെ മുത്തിന്? എന്റെ പൊന്നേ, അതൊന്നും വേണ്ട. എനിക്ക് പൂവമ്പഴം തിന്നാനൊരു കൊതി. പൂവമ്പഴോ? അനക്കൊന്നല്ല, ഒരു കൊല പൂവമ്പഴം വാങ്ങിത്തരണ്ട. അതൊന്നും വേണ്ട. എനിക്ക് 2 പൂവമ്പഴം മതി. മറക്കോ? മറക്കേ? ഇവിടത്തെ അങ്ങാടി കിട്ടിയില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂതി നമ്മളിന്ന് സാധിച്ചു തരുന്നുണ്ട്. ദേ അവിടെ ഇവിടെ കറങ്ങി നടന്ന് നേരം കളയാണ്ട് വെക്കിങ്ങട്ട് പോന്നോളി. ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യേ മറക്കണ്ടട്ടോ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിഴിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിഴിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. മാറനാണ് വരുന്നതെങ്കിൽ മാറനാണ് വരുന്നതെങ്കിൽ മധുരപ്പത്തിരി വെക്കണം. മാവ് വേണം, വെണ്ണ വേണം, പൂവാലി പശുവേ പാൽ തരണം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിഴിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടെ. നേരം പാതിരായല്ലോ. പുള്ളിക്കാരനിത് എവിടെ പോയി കിടക്ക? പകല് മുഴുവൻ ഓരോ ജോലിയാ. എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ? റബ്ബേ, എന്റെ ഒരു തലേവിധി. വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവളീ കിടന്നുറങ്ങുന്നത്.
ജമീല, ജമീല, എന്റെ പഠിച്ചോനെ, നിങ്ങളെന്താണ് ഈ കൊലത്തില്? ആകെ നനഞ്ഞിട്ടുണ്ടല്ല. ഈ പാതിരാത്രി വരെ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ ജമീല, ഇവിടുത്തെ അങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു. ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ്. ഇജ്ജൊറ്റക്കാണല്ലോ ഓർത്തപ്പോ പുഴ നീന്തിങ്ങ് പോന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു. കൊറേ ബുദ്ധിമുട്ടി. പക്ഷേങ്കില് ഈ പൊതിയും നമ്മ പിടുത്തം പറ്റിയില്ല. ദാ കഴിച്ചോളി. ഹായ്, പൂവമ്പഴം. ഇതെന്താ ഇത്? ഓറഞ്ച്. പൂവമ്പഴത്തേക്കാൾ നല്ലതാ. എനിക്ക് വേണ്ട. പാതിര വരെ എവിടെങ്ങാണ്ട് തെണ്ടി നടന്നിട്ട് മനുഷ്യനെ ആശിപ്പിച്ചിട്ട്. ജമീല, ഞാൻ പറഞ്ഞ സത്യാ. പൂവമ്പഴം എവിടെ കിട്ടാനില്ലായിരുന്നു. ഞാൻ കൊറേ തെരഞ്ഞതാ. വേണ്ട, എന്നോട് നോട പറയണ്ട. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പൊന്നും പണമൊന്നല്ലല്ലോ, 2 പഴം കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനൊന്നും പറയല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കി. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നിങ്ങള് കഷ്ടപ്പെട്ടെങ്കില് എവിടാന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി. ഇനി പൂവമ്പഴം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കൂല. ഇജ്ജ് പിണങ്ങല്ല ജമീല. നീ ഓറഞ്ച് കഴിക്കി. പൂവമ്പഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില്. തന്നെത്താൻ അങ്ങ് കഴിച്ചാ മതി. ഞാൻ ഉറങ്ങാൻ പോണ്. എന്റെ മഹാറാണി ഇങ്ങോട്ടൊന്ന് നീങ്ങിയെന്നേ. ഇങ്ങോട്ട് നീങ്ങി നിക്കട്ടെ നമുക്കേ. അതെടുക്കടി. എടുക്കല്ലേ പറഞ്ഞത്. തിന്നടി, തിന്നടി. അങ്ങനല്ല, തൊലി ഒലിച്ച് സാവധാനം തിന്നടി. എന്നെ തല്ലല്ലേ. ഞാൻ ആരാടി? അബ്ദുൽ ഖാദർ സാഹിബ്. നിന്റെ ആരാടി? എന്റെ കെട്ടോൻ. എന്താ നീ തിന്നണേ? ഓറഞ്ച്. അടി. വേണ്ട, അടിക്കണ്ട. ഇത് പൂവമ്പഴ. നിനക്കിവിടെ വേലക്കാരി വേണോടി? വേണ്ട, ഇവിടെ എനിക്കെടുക്കാനുള്ള ജോലിയേ ഉള്ളൂ. എന്നെ തല്ലു ഇനി. എന്താ നീ തിന്നണെന്ന് ഒന്നും കൂടി പറഞ്ഞേ. പൂവമ്പഴം. എന്റെ മുത്തേ. ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ബഷീറിന്റെ ഓരോ കഥാകൃത്തും നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നു. അവർ ഇന്നും മലയാളി മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു.